നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയം സന്തോഷകരമെന്ന് കെ.സി. വേണുഗോപാൽ. കോൺഗ്രസിന്റെ ഐക്യത്തിന്റെ വിജയമാണ് ഇത്. CPM വോട്ടും ചാണ്ടി ഉമ്മന് ലഭിച്ചെന്നും കെ.സി. വേണുഗോപാൽ. കോർപ്പറേഷൻ ചേലോറ ഡിവിഷനിൽ എൻഫോഴ്സ്മെന്റിന്റെ മിന്നൽ പരിശോധന. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 2 സൂപ്പർ മാർക്കറ്റുകൾക്ക് പിഴ. മാനസികാരോഗ്യ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം സിപ്സ്കോൺ ഇന്നു മുതൽ. ലഹരി ഉപയോഗത്തിനെതിരെ രക്ഷിതാക്കൾക്കായി ശില്പശാല നടത്തി. നൂതന ചികിത്സാ വശങ്ങളെക്കുറിച്ചുള്ള അറിവ് പങ്കിടാൻ ഡോക്ടർമാർ ഒത്തുകൂടുന്നു. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് വിജയം അതിയായ സന്തോഷം നൽകുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ. ഇത് ജനങ്ങൾ അംഗീകരിച്ച റെക്കോർഡ് ഭൂരിപക്ഷം. സർക്കാരിനെതിരെയുള്ള വികാരമാണ് പുതുപ്പള്ളിയിലെ വിജയം കാണിക്കുന്നത് എന്നും വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരായ ജനവിധിയാണ് ഇത്. ഇതോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞുവെന്നും വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിന്റെ ഐക്യത്തിന്റെ വിജയമാണിത്. CPMന്റെ വോട്ടും ചാണ്ടി ഉമ്മന് ലഭിച്ചുവെന്നും കെ.സി. പറഞ്ഞു. ഇത്രയും വലിയ ജനവികാരം ഉണ്ടാവണമെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം, ഈ സർക്കാരിന്റെ നയങ്ങളോട് സമീപനങ്ങളോട് ജനം അംഗീകരിക്കുന്നില്ല. ജനത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത വണ്ണം അവർ സർക്കാർ ജനങ്ങളിൽ നിന്നും അകന്നുപോയിരിക്കുകയാണ്. CPM ജനങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പിന്നെ കെട്ടുറപ്പുള്ള, ഞാൻ പറഞ്ഞ ഐക്യത്തോടെയുള്ള ഉറച്ച സംഘടനാ പ്രവർത്തനം കോൺഗ്രസും UDFും നടത്തിയതിന്റെ വിജയം കൂടിയാണ്. മരിച്ച ഉമ്മൻചാണ്ടിയെ CPM വേട്ടയാടിയിരുന്നു. ഇതോടെ CPM ജനങ്ങളിൽ നിന്നും അകന്നുപോയെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഒന്നാമത്തെ കാരണം ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യത, കേരളത്തിൽ അങ്ങോളം സ്വീകാര്യത, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, അത് സ്വാഭാവികമായിട്ടും അതിനെ ഏറെ വഷളാക്കുന്ന രീതിയിലുള്ള CPMന്റെ പ്രചരണം. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ വേട്ടയാടി. ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയെ അവർ വേട്ടയാടി. മരിച്ച ഉമ്മൻചാണ്ടിയെ അവർ വീണ്ടും വേട്ടയാടി. അപ്പൊ അതിലുള്ള അമർഷവും വേദനയും ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇട്ട ടാർഗറ്റ് 50,000 വോട്ടുകളായിരുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിലെ ചരിത്രമായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത ഭൂരിപക്ഷമാണിത്. ഉമ്മൻചാണ്ടിയോടുള്ള ആദരവ് ജനങ്ങൾ പ്രകടിപ്പിച്ചു. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ സർക്കാരിനെതിരെയുള്ള മറുപടി ജനങ്ങൾ നൽകി. ഇത്രയും വലിയ ഭൂരിപക്ഷം സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരമാണെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായുള്ള ജനങ്ങളുടെ വികാരം വ്യക്തമാണ്. ദുഷിച്ച ഭരണം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. പുതുപ്പള്ളിയിൽ വികസനത്തിന്റെ ചർച്ച ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിയുടെ വികസന കാഴ്ചപ്പാട് ജനങ്ങളുടെ നെഞ്ചിൽ കൈവച്ചാവരുതെന്നും കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. കണ്ണൂർ സൌത്ത് സംസ്കൃതം അക്കാദമിക് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന സംസ്കൃത ദിനാചരണത്തിന്റെ സബ് ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ സൌത്ത് BPC ശ്രീ CR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക തലം മുതൽ സംസ്കൃതം പഠിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിബദ്ധത ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഭാഷയാണ് എല്ലാ ഭാഷയുടെയും മാതാവ് അല്ലെങ്കിൽ അമ്മ. നമ്മുടെ കേരളത്തിന്റെ ആയാലും ഭാരതത്തിന്റെ ആയാലും പൈതൃകത്തെ തൊട്ടറിയണമെങ്കിൽ നമുക്ക് മറ്റേത് ഭാഷയിലൂടെ പോയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ എല്ലാ നിഘണ്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ചരിത്രങ്ങളായ നമ്മുടെ എല്ലാ ഉപനിഷത്തുകളൊക്കെ എഴുതിയിരിക്കുന്നത് സംസ്കൃത ഭാഷകളിലാണ്. കണ്ണൂർ റവന്യൂ ജില്ലാ കൌൺസിൽ സെക്രട്ടറി ഐരീഷ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ തളിപ്പറമ്പ് നോർത്ത് വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃതം അക്കാദമി കൌൺസിൽ സെക്രട്ടറി VB കുബേരൻ സംസ്കൃത ദിന സന്ദേശം നൽകി. ഇരിട്ടി സബ് ജില്ലാ സെക്രട്ടറി ശ്രീ കാമ്പ്രം കൃഷ്ണൻ നമ്പൂതിരിപ്പാട് രാമായണ കഥകളെ അധികരിച്ച് സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സംസ്കൃത ദിന പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. രാമായണ കഥകളിലെ കുടുംബ പശ്ചാത്തലത്തെ ആധാരമാക്കി നടത്തിയ പ്രശ്നോത്തരിയും ഉണ്ടായിരുന്നു. രേഷ്മ, ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ സൗത്ത് സബ് ജില്ലാ സെക്രട്ടറി ഷമീന ടീച്ചർ സ്വാഗതവും സെക്രട്ടറി നിഷ നന്ദിയും രേഖപ്പെടുത്തി. എല്ലാ ഭാഷകളുടെയും അമ്മയാണ് സംസ്കൃതം. ആ സംസ്കൃത ഭാഷ പഠിക്കുക എന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 11 തിങ്കളാഴ്ച രാവിലെ ചേംബർ ഹാളിൽ 10 മണിക്ക് കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. മലബാർ ക്ഷേത്രം ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എത്രയോ വർഷങ്ങളായി അവരുടെ ഒരു പരിഹാരത്തിനും ഒരു നീതി ലഭിക്കാത്ത ഒരു അവസ്ഥയിലാണ്
പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിന് പല തരത്തിലും നമ്മൾ കൂട്ടായ്മയോടുകൂടി തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും സമരമുറകളും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട അധികാരവർഗങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ന് വരെ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ അറിയിക്കുകയാണ്. സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 11 തീയതി ആദിശങ്കര നഗർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ച് സെപ്റ്റംബർ 11 തീയതി നടക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് ക്ഷേത്രം ജീവനക്കാരുടെയും ക്ഷേത്ര പൂജാ മേൽശാന്തിമാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നുള്ള ഒരു പ്രധാന കാര്യം ഇത് ജനങ്ങളിലേക്കും പത്രമാധ്യമങ്ങളിലേക്കും. യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമണ കാളിദാസ ഭട്ടതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2 ക്ഷേത്ര ജീവനക്കാരുടെ അവകാശ സംരക്ഷണ ജാഥയും നടക്കും. 3 മണിക്ക് സമാപന സമ്മേളനം കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര മേൽശാന്തിമാരും പൂജാരിമാരും നേരിടുന്ന പ്രതിസന്ധികൾ സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളനത്തിൽ സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും. വാർത്താ സമ്മേളനത്തിൽ ബാബു മുളോളം, സുബ്രഹ്മണ്യൻ പേർക്കുളം, നാരായണൻ നമ്പൂതിരി കുറുവക്കാട്, കരിമ്പന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയം സന്തോഷകരമെന്ന് KC വേണുഗോപാൽ. കോൺഗ്രസിന്റെ ഐക്യത്തിന്റെ വിജയമാണ് ഇത്. CPM വോട്ടും ചാണ്ടിയുമ്മന് ലഭിച്ചെന്നും KC വേണുഗോപാൽ. കോർപ്പറേഷൻ ചേലോറ ഡിവിഷനിൽ എൻഫോഴ്സ്മെന്റിന്റെ മിന്നൽ പരിശോധന. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 2 സൂപ്പർ മാർക്കറ്റുകൾക്ക് പിഴ. മാനസികാരോഗ്യ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം സിപ്സ്കോൺ ഇന്നു മുതൽ. ലഹരി ഉപയോഗത്തിനെതിരെ രക്ഷിതാക്കൾക്കായി ശില്പശാല നടത്തി. നൂതന ചികിത്സാ വശങ്ങളെക്കുറിച്ചുള്ള അറിവ് പങ്കിടാൻ ഡോക്ടർമാർ ഒത്തുകൂടുന്നു. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് കേല ഓഫർ ബമ്പർ സമ്മാനമായി 1 സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടും. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതിയിൽ പടുകൂറ്റൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ ചേലോറ ഡിവിഷനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ എൻഫോഴ്സ്മെന്റ് ടീം നടത്തിയ പരിശോധനയിൽ 200 കിലോയിലധികം ഒറ്റത്തവണ ഉപയോഗ നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഏച്ചൂർ ടൗണിലെ സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റ്, വലിയന്നൂരിലെ ബിഗ്നൂർ സൂപ്പർ മാർക്കറ്റ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് റെയ്ഡിൽ സാധനങ്ങൾ പിടിച്ചെടുത്തത്. 2 സ്ഥാപനങ്ങൾക്കും 10,000 രൂപ പിഴ ചുമത്തി. തെർമോകോൾ പ്ലേറ്റുകൾ, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഗ്ലാസ്, പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റുകൾ, വാഴയില, പ്ലാസ്റ്റിക് സ്പൂണുകൾ, കപ്പുകൾ എന്നീ നിരോധിത വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. 2 സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം പിഴ ചുമത്തി. തുടർ നടപടികളെടുക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് സ്ക്വാഡ് ലീഡർ സുധീഷ് EP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഹരികുൽ അൻസാർ, പ്രമോദ് KS എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അലൂമിനിയായ OBAയുടെ നേതൃത്വത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് 180ഓളം +2 വിദ്യാർത്ഥികൾക്കായി മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മുഖ്യ അതിഥിയായ കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഷിബു PL പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പ്രൗഢഗംഭീരം എന്ന് തന്നെ പറയണം. വളരെ നന്നായി ഓർഗനൈസ് ചെയ്ത് എക്സൈസിന്റെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആളാണ് എക്സൈസിന്റെ പോലീസിന്റെ ആണ്. അവരെ വിളിക്കുകയും ക്ലാസ് റൂം ഡയറക്ടറൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു അവസരം ഒരു ഡ്രീം കം ട്രൂ ആണ് ഒരു പഴയ സ്റ്റുഡന്റ് എന്ന നിലയിൽ. അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം തന്നെ OBAയോട് പറയുന്നു. ഹെഡ് മാസ്റ്റർ ഫാദർ തോംസൺ ആന്റണി, പ്രിൻസിപ്പൽ മനോജ് കുമാർ, മാനേജർ രാജു അഗസ്റ്റിൻ, OBA പ്രസിഡന്റ് ദേവൻ ജോഷി, സെക്രട്ടറി ബിജു ഭാസ്കർ, കോർഡിനേറ്റർ ജോസ് പ്രകാശ്, TK ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിമുക്ത ഭടന്മാർ കളക്ടറേറ്റ് ധർണ നടത്തി. ദേശീയ തലത്തിൽ സർക്കാർ അംഗീകരിച്ച വിമുക്ത ഭടന്മാരുടെ സംഘടനയായ നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി NEXCC രാജ്യവ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കണ്ണൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. NXCC കണ്ണൂർ മേഖലയ്ക്ക് കീഴിൽ വെള്ളിയാഴ്ച രാവിലെ കളക്ടറേറ്റിന് മുന്നിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി തോമസ് N ഉദ്ഘാടനം ചെയ്തു. 8 മണിക്കൂർ ജോലി ചെയ്യുന്നവരുടെ തുച്ഛമായ ഒരു പെൻഷനാണ് ഈ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന 24 മണിക്കൂറും 1973 മൂന്നാം ശമ്പള കമ്മീഷൻ വെട്ടിക്കുറച്ച് 70% പെൻഷൻ പുനഃസ്ഥാപിക്കുക, ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ECHSൽ M പാനൽ ആശുപത്രികളിൽ എല്ലാ റാങ്കിലുള്ളവർക്കും റൂം സൗകര്യം ഏർപ്പെടുത്തുക, 1 റാങ്ക് 1 പെൻഷൻ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. നിരവധി നിവേദനം നൽകിയിട്ടും സർക്കാർ തലങ്ങളിൽ നിന്നും പ്രതികരണങ്ങളോ ചർച്ചകളോ നടക്കാത്ത സാഹചര്യത്തിലാണ് സംഘടന സമരപ്രഖ്യാപനം നടത്തിയത്. പ്രസിഡന്റ് MB ഗോപിനാഥ്, ജനറൽ സെക്രട്ടറി KM പ്രതാപൻ, D ഗോവിന്ദനാചാരി, രാജൻ PK, P ലക്ഷ്മണൻ പുന്നാട് തുടങ്ങിയവർ പങ്കെടുത്തു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പുനരധിവാസത്തിനുള്ള പദ്ധതി നടപ്പാക്കുന്നു. കൂടൊരുക്കാം നമുക്കായി പദ്ധതിയിൽ 5 പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 25 പേർക്ക് സഹവാസ ക്യാമ്പ് നടത്തി മെഡിസിൻ കവർ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം നൽകും. ഇവർ നിർമ്മിക്കുന്ന മെഡിസിൻ കവർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഉപയോഗിക്കും. പാലിയേറ്റീവ് ബ്രിഗേഡ് എന്ന പ്രോഗ്രാം നടപ്പിലാക്കി. അതും പാലിയേറ്റീവ് സേവനം പെട്ടെന്ന് ജനങ്ങളിൽ സർവീസ് ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ പുതിയൊരു ചുവടുവെപ്പാണ്
കോഡെടുക്കാൻ നമുക്കായി. ആ ഒരു പ്രൊജക്റ്റിലേക്ക് വരാനുണ്ടായ സാഹചര്യം പലപ്പോഴും പാലിയേറ്റീവ് രോഗികൾ, കിടപ്പിലായ ഒത്തിരി രോഗികളുണ്ട്. പക്ഷെ അവരുടെ കൈകൾക്കോ കാതുകൾക്കോ മനസ്സിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെപ്പോലെ തന്നെ വളരെയധികം ഒറിജിനലായിട്ട് ബെഡിൽ മാത്രം കഴിഞ്ഞുകൊള്ളുന്ന ആളുകളാണ്. അത്തരം രോഗികളെ പ്രത്യേകം കണ്ടെത്തിയിട്ട് അവർക്ക് അവരുടെ ബെഡിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയ വർക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇവർ നിർമ്മിക്കുന്ന മെഡിസിൻ കവർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഉപയോഗിക്കും. ന്യൂസ് പ്രിന്റ്, മെഷീനറി എന്നിവർക്കുള്ള തുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തും. കിടപ്പ് രോഗികൾക്കുള്ള ഒരു വരുമാന പദ്ധതിയായി ഇതിനെ മാറ്റിയെടുക്കുമെന്നും ഭാരവാഹികളായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള, കെ പി ബാലഗോപാൽ, സി എം പ്രസീത, കെ പി പ്രസീത, സലീം മണി, ബിന്ദു വിജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബി.എഡ് കോഴ്സ് കഴിഞ്ഞവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വിവിധ പരിപാടികളും കൂടാളി വില്ലേജ് മുക്ക് കണ്ണൂർ സലഫി ബി.എഡ് കോളേജിൽ വെച്ച് നടന്നു. NCTA ദക്ഷിണ മേഖലാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. സലഫി കോളേജ് മാനേജർ MM ഹാരിസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ നസർ അലി സ്വാഗതം പറഞ്ഞു. ഇന്നോവേറ്റീവ് മീഡിയ ഹബ് ഉദ്ഘാടനം കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി നിജിലേഷും ഓപ്പൺ ഓൺ ലൈവ് ലേണിംഗ് പ്ലാറ്റ്ഫോം കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ പ്രമോദ് വെള്ളച്ചാലും ഈ ജേണൽ പ്രകാശനം NCT ഡെപ്യൂട്ടി സെക്രട്ടറി ഡോക്ടർ വിജയകുമാറും നിർവഹിച്ചു. ഒരു ജീവിതത്തിൽ തീർച്ചയായും ഒരു വല്ലാത്ത നിമിഷങ്ങളാണ് കരുതുന്നത്. ഇങ്ങനെയുള്ള നിമിഷം ഡോക്ടറായിട്ട് വൺ ടീച്ചർ വൺ ട്രീ പ്രോഗ്രാമിൽ വൃക്ഷത്തൈ നടലും നടന്നു. A ബഷീർ, അസിസ്റ്റന്റ് പ്രൊഫസർ റിജി വി വിജയൻ, TV അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AIPTF-ഉം KPSTA-യും ചേർന്ന് നടത്തുന്ന ഭാരത് യാത്രയ്ക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകി. സെപ്റ്റംബർ 5-ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ജാഥ ഒക്ടോബർ 5-ന് ഡൽഹിയിലാണ് സമാപിക്കുക. KPSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ചാനയിച്ച് കണ്ണൂർ കാൽടെക്സിൽ എത്തിച്ചു. സ്വീകരണ പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് യു മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച ഭാരതയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. ഭാരതയാത്ര സെപ്റ്റംബർ 5-6 അവർക്ക് അവരുടെ പേരിന് മുൻപിൽ ഡോക്ടർ എന്ന് വെക്കണം. അതിന് എവിടെ എന്തെങ്കിലും ബിരുദം വാങ്ങിക്കൊണ്ടുവരും. അതിന് പാർട്ടിയുടെ അനുമതിയുണ്ട്, അംഗീകാരവുമുണ്ട്. അത് പ്രശ്നമുണ്ടായാൽ ഒരു ചിന്തിക്കാതെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതൊക്കെ അംഗീകരിച്ച് അതിനെയൊക്കെ തന്നെ അംഗീകരിച്ച് പരസ്യമായി പറയാൻ പറ്റുന്ന വിധത്തിൽ നേതാക്കന്മാരുണ്ടാകുന്നു എന്നതും ഒരു ദുരവസ്ഥ തന്നെയാണ്. ഇവിടെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും പ്രധാനം ദേശീയ അടിസ്ഥാനത്തിലായാലും സംസ്ഥാന അടിസ്ഥാനത്തിലും സിലബസുകൾ ഒരു വലിയ വിഷയമാണ്. ആ സിലബസുകൾ കാവ്യവൽക്കരിക്കുക മാത്രമല്ല വികലമാക്കുകയാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, മുഴുവൻ നിയമനങ്ങൾക്കും അംഗീകാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെപ്റ്റംബർ 5-ന് കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച ജാഥ ഒക്ടോബർ 5-ന് ഡൽഹിയിലാണ് സമാപിക്കുക. KPSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ച് ആനയിച്ച് കണ്ണൂർ കാൽടെക്സിൽ എത്തിച്ചു. അവിടെ നടന്ന സ്വീകരണ പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് UK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. EK ജയപ്രസാദ്, K അബ്ദുൾ മജീദ്, PK അരവിന്ദൻ, വട്ടപ്പാറ അനിൽകുമാർ, V മണികണ്ഠൻ, K രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. P ഹരിഗോപിനാഥാണ് ജാഥ ക്യാപ്റ്റൻ. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയം സന്തോഷകരമെന്ന് KC വേണുഗോപാൽ. കോൺഗ്രസിന്റെ ഐക്യത്തിന്റെ വിജയമാണ് ഇത്. CPM വോട്ടും ചാണ്ടിയുമ്മന് ലഭിച്ചെന്നും KC വേണുഗോപാൽ. കോർപ്പറേഷൻ ചേലോറ ഡിവിഷനിൽ എൻഫോഴ്സ്മെന്റിന്റെ മിന്നൽ പരിശോധന. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 2 സൂപ്പർ മാർക്കറ്റുകൾക്ക് പിഴ. മാനസികാരോഗ്യ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം സിപ്സ്കോൺ ഇന്നു മുതൽ. ലഹരി ഉപയോഗത്തിനെതിരെ രക്ഷിതാക്കൾക്കായി ശില്പശാല നടത്തി. നൂതന ചികിത്സാ വശങ്ങളെക്കുറിച്ചുള്ള അറിവ് പങ്കിടാൻ ഡോക്ടർമാർ ഒത്തുകൂടുന്നു. ഗോപുനന്ദിലെ
ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് കേല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടൂ. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതിയിൽ പടുകൂറ്റൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക്, ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തയിലേക്ക്. പ്രവർത്തക സമിതി പുനഃസംഘടനാ വിഷയത്തിൽ പരസ്യ ചർച്ചയ്ക്കില്ലെന്ന് K മുരളീധരൻ MP. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ നേരത്തെ താൻ നിലപാട് വ്യക്തമാക്കിയതാണ് എന്നും K മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാര്യങ്ങളെ കുറിച്ചൊരു എന്താ പറയേണ്ടത്, ഒരു പൊതുവായിട്ടുള്ള ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചില നിഗമനങ്ങളും സത്യസന്ധമായി ചില ഇന്റർവ്യൂവിൽ പറയും. അതിനി അതിന്റെ പേരിലൊരു തുടർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ഒരു അവഗണന നേരിടുന്നു എന്ന് തോന്നുന്നു. ഇനിയിപ്പോ അതിനെക്കുറിച്ചെല്ലാം പിന്നീട് തീരുമാനിക്കേണ്ട കാര്യം. സംസ്ഥാന മ്യൂസിയം വകുപ്പ് പെരളശ്ശേരിയിൽ നിർമ്മിക്കുന്ന AKG മ്യൂസിയം അടുത്ത വർഷം ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മ്യൂസിയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത വർഷം ഫെബ്രുവരിയിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാകും. തുടർന്ന് 6 മാസം കൊണ്ട് മറ്റു പ്രവൃത്തികൾ നടത്തി ഉദ്ഘാടനം ചെയ്യും. പ്രവൃത്തി തൃപ്തികരമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. മ്യൂസിയം പുതുതലമുറയ്ക്ക് പാഠപുസ്തകമാകുമെന്നും മന്ത്രി പറഞ്ഞു.
മ്യൂസിയം പുതുതലമുറയ്ക്ക് പാഠപുസ്തകമാകുമെന്ന് മന്ത്രി പറഞ്ഞു. പെർളശ്ശേരി തൂക്കുപാലത്തിന് സമീപം 3.21 ഏക്കർ സ്ഥലത്താണ് നിർമ്മാണം നടക്കുന്നത്. 10,700 ചതുരശ്ര അടിയും 2 നില കെട്ടിടവും 7 ഗാലറിയുമുള്ള പ്രദർശന സംവിധാനവും നിർമ്മിക്കാൻ 9 കോടി രൂപയാണ് ചെലവ്. AKGയുടെ ബാല്യം മുതലുള്ള ഓരോ ഘട്ടങ്ങളും ചരിത്രത്തോട് നീതി പുലർത്തുന്ന നിലയിൽ രേഖപ്പെടുത്തും. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു മ്യൂസിയമാണ് ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. AKG എന്ന് പറയുന്നത് കണ്ണൂർ ജില്ല മാത്രമല്ല രാജ്യത്ത് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രങ്ങളിലൂടെ പുതുതലമുറയെ കൂട്ടിക്കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മ്യൂസിയം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതാണ്ട് 3 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് വളരെ നന്നായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇപ്പോൾ നടന്നു വരുന്നത്. 2024 ഫെബ്രുവരി മാസത്തോടുകൂടി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാകും. തുടർന്ന് അങ്ങോട്ട് 6 മാസത്തിനകം മ്യൂസിയം പരിപൂർണമായി ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള സാഹചര്യമുണ്ടാകും. അധ്യാപകനായിരിക്കെ ദേശീയ പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായി മാറിയ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തും. ഐതിഹാസിക പോരാട്ടങ്ങൾ ഡിജിറ്റലൈസ്ഡ് ചെയ്യുന്നതോടൊപ്പം 130 പേർക്ക് ഇരിക്കാവുന്ന മിനി തിയേറ്ററും ഒരുക്കും. നിലവിൽ കെട്ടിടത്തിന്റെ 50% പ്രവൃത്തിയും പൂർത്തിയായി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ബാലഗോപാൽ, പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ഷീബ, വൈസ് പ്രസിഡന്റ് V പ്രശാന്ത്, സ്ഥിരം സമിതി അധ്യക്ഷൻ K സുഗതൻ, വാർഡ് അംഗം K പ്രജിത്ത്, മൃഗശാല വകുപ്പ് ഡയറക്ടർ അബു ശിവദാസ്, ചാർജ് ഓഫീസർമാരായ PS പ്രിയരാജൻ, ഗിരീഷ് ബാബു തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഭാരത് ജോഡോ യാത്രയെ പോലെ രാഷ്ട്രീയമായി ഇത്രയേറെ ചലനമുണ്ടാക്കിയ ഒരു യാത്ര രാജ്യത്ത് ഉണ്ടായിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞു. രാഹുൽ ഗാന്ധി നയിച്ച ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്രയുടെ വാർഷിക ദിനത്തിൽ KPCC തീരുമാനപ്രകാരം നടത്തുന്ന പദയാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ സമാപന പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാനതകളില്ലാത്ത യാത്രയായിരുന്നു രാഹുലിന്റേത്. 136 ദിവസം, 4081 കിലോമീറ്റർ, 72 ജില്ലകൾ, 76 പാർലമെന്റ് മണ്ഡലങ്ങൾ എന്നിവ പിന്നിട്ടു. കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം ജനങ്ങളുടെ ഒഴുക്കായിരുന്നു. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് രാജ്യം ഏറ്റെടുത്തതിന് തെളിവായിരുന്നു ആ ജനപങ്കാളിത്തമെന്നും സുധാകരൻ പറഞ്ഞു. നാനാജാതി മത ചിന്തകൾ, സംസ്കാരങ്ങൾ, വേഷവിധാനങ്ങൾ എല്ലാം വ്യത്യസ്തമായിരുന്നു. ഇവരെ ഒരു നൂലിൽ ചേർത്തിണക്കി എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ചിന്തകളായിരുന്നു മറ്റു രാജ്യങ്ങൾക്ക്. എന്നാൽ ആ ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് മഹാത്മജിയുടെയും നെഹ്റുവിന്റെയും നേതൃത്വത്തിലുള്ളവർ കാണിച്ച ആർജവം. 72 വർഷക്കാലം ഇന്ത്യയെ ഒന്നാകെ ചേർത്ത് നിർത്തി മുന്നോട്ടു പോകാൻ സാധിച്ചുവെന്നും ഇപ്പോൾ കാണുന്നത് പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണെന്നും സുധാകരൻ പറഞ്ഞു. മണിപ്പൂരിൽ വംശീയ കലാപം ഉയർന്നു വന്നപ്പോൾ രാജ്യം ഭരിക്കുന്നവർ ഇടപെടാതെ നോക്കി നിന്നപ്പോൾ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് മണിപ്പൂരിലെ കലാപഭൂമിയിൽ ഇറങ്ങിച്ചെല്ലാനും അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാനും കാണിച്ച ആർജവം ഒരളവ് വരെ കലാപത്തിൽ അയവ് വരുത്താൻ സാധിച്ചിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. മാനസികാരോഗ്യ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനമായ സിപ്സ്കോൺ 2023ന്റെ ഭാഗമായി കുട്ടികളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രീ കോൺഫറൻസ് ശില്പശാല നടത്തി. IMA ഹാളിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സ്കൂൾ ഹെൽത്ത് കൗൺസിലർമാർക്കും വേണ്ടിയാണ് ശില്പശാല നടത്തിയത്. വീട്ടിൽ ഒരു വലിയ എസ്റ്റേറ്റിന്റെ നടുക്കുള്ള ഒരു വലിയ കൊട്ടാരം പോലത്തെ ഒരു വീട്ടിൽ കഴിയുന്നു. അച്ഛനും അമ്മയും ഉണ്ട്. രാത്രി ഒരു ദിവസം വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഈ അച്ഛനും അമ്മയും കഴിയുന്ന മുറിയിൽ നിന്നോ ശബ്ദങ്ങൾ കേട്ടിട്ട് ആ കുട്ടി തുറന്നു നോക്കിയപ്പോൾ ഒരു ഹോം തിയേറ്റർ പോലത്തെ വലിയ സ്ക്രീനിൽ മുതിർന്നവർ മാത്രം കാണേണ്ടതായിട്ടുള്ള ഒരു ചലച്ചിത്രം ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനും അമ്മയും കാണുന്നു, അവർ മദ്യപിക്കുന്നു. മാനസികാരോഗ്യ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനമായ സിപ്സ്കോൺ 2023 സെപ്റ്റംബർ 8 മുതൽ 10 വരെ ഇന്ത്യൻ സൈക്കാട്രി സൊസൈറ്റിയുടെയും കണ്ണൂർ സൈക്കാട്രി ഗിൽഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ചാണ് നടത്തുന്നത്. സമ്മേളനം പ്രമുഖ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ജെയിംസ് T. ആന്റണി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഡ്രഗ് അബ്യൂസിനെ പറ്റി ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ മുൻകൈയെടുത്ത് നേരത്തെ കണ്ടുപിടിക്കുന്നതിനും അവരെ ചികിത്സയ്ക്ക് വിധേയരാക്കുന്നതിനുമൊക്കെ ഏറ്റവും അധികം സഹായിക്കാൻ പറ്റുന്നത് ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും സോഷ്യൽ വർക്കേഴ്സിനും സൈക്കോളജിസ്റ്റിനും ഒക്കെയാണ്. പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ പലവിധത്തിലുള്ള കോംപ്ലിക്കേഷൻസുമായിട്ടാണ് എത്തുന്നത്. വളരെ വൈകിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള
ഒരു ആശയമാണ് ഇവിടെ നടപ്പാക്കുന്നത്. മയക്കുമരുന്നും പെരുമാറ്റ ആസക്തികളും ഒരു അവലോകനം എന്ന പ്രമേയത്തിൽ മാനസിക രോഗങ്ങളെക്കുറിച്ചും നൂതന ചികിത്സയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുമുള്ള അറിവ് പങ്കിടാൻ സംസ്ഥാനത്തുടനീളമുള്ള പ്രശസ്തരായ മാനസികാരോഗ്യ വിദഗ്ധർ പങ്കെടുക്കും. സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇന്നു രാവിലെ 9:30 മുതൽ 12 മണിവരെ IMA ഹാളിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സ്കൂൾ ഹെൽത്ത് കൌൺസിലർമാർക്കും വേണ്ടി കുട്ടികളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രീ കോൺഫറൻസ് ശില്പശാല നടത്തിയത്. തുടർ ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിൽ നിന്നും നിംഹാൻസിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള പ്രമുഖരായ മാനസികാരോഗ്യ വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ, മാനസിക രോഗ ചികിത്സാ രംഗത്തുള്ള പ്രബന്ധങ്ങളുടെ അവതരണം, PG വിദ്യാർത്ഥികളുടെ പോസ്റ്റർ അവതരണം, MBBS വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്വിസ് മത്സരം എന്നിവയും നടക്കും. സെപ്റ്റംബർ 8, 9, 10 തീയതികളിൽ കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ട് നമ്മുടെ സൈക്യാട്രിസ്റ്റുകളുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ഇത് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നതാണ്. ഈ വർഷം കണ്ണൂരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. വിദേശത്തു നിന്നും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലുള്ള മാനരോഗ വിദഗ്ധർ പങ്കെടുക്കുകയും ഒരു 3 ദിവസത്തേക്കുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ആണ്. ഡോക്ടർ ഓൾറെഡി പറഞ്ഞ പോലെ മെയിനായിട്ട് നമ്മൾ ഡ്രഗ് അബ്യൂസിനെതിരായിട്ടുള്ള ഒരു തീമാണ് ഈ പ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിലെ കേരളത്തിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സും ഇതിലുള്ള എക്സ്പേർട്സ് എല്ലാവരും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ആൻറ്റി ഡ്രഗ് അബ്യൂസ് ക്യാമ്പയിൻ പ്രോഗ്രാം തന്നെ നമ്മൾ ഇനാഗുറേറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ അത് കുറച്ചും കൂടെ വിപുലമായിട്ട് എല്ലാ സ്കൂളിലും ടീച്ചേഴ്സിനും പാരൻസിനൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. ഭൗതിക ചർച്ചകൾക്കപ്പുറം സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും. ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരളയുടെ പ്രശസ്ത അവാർഡായ എറണാകുളം സൈക്കാട്രിക് ഒറേഷൻ അവാർഡിന് പ്രശസ്ത സൈക്കാട്രിസ്റ്റും കേരള മാനസികാരോഗ്യ രംഗത്തിന് അനേകം സംഭാവനകൾ നൽകിയ വ്യക്തിയുമായ പ്രൊഫസർ KA കുമാർ അർഹനായി. സൈക്കാട്രിക് സൊസൈറ്റിയുടെ ഏറ്റവും പ്രശസ്തമായ അവാർഡാണ് ഇത്. മാധ്യമരംഗത്തെ മികച്ച രചനയ്ക്കുള്ള IPS മീഡിയ അവാർഡ് 2023 സോഷ്യൽ മീഡിയ ചാനലുകളിൽ ചെറു വീഡിയോയിലൂടെ മാനസിക രോഗങ്ങളെപ്പറ്റി അറിവ് പകർന്നുകൊടുത്ത അപ്പോത്തിക്കാര്യം എന്ന സോഷ്യൽ മീഡിയ ചാനലിന്റെ ഡയറക്ടറായ ഡോക്ടർ ശബരി നാഥ് AGക്ക് സെപ്റ്റംബർ 9 തീയതി വൈകിട്ട് നടക്കുന്ന IPS കേരളയുടെ വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നൽകപ്പെടുന്നതാണ് എന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റേറ്റ് പ്രസിഡന്റ് ആൽഫ്രഡ് സാമുവൽ, ട്രഷറർ സീനിയർ സൈക്കാട്രിസ്റ്റ് സജീവ് കുമാർ, ഓർഗനൈസിംഗ് ചെയർമാൻ ശിവരാമകൃഷ്ണൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി വിജയൻ, സെക്രട്ടറി ഹർഷ ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ വിമാനത്താവള സൗകര്യങ്ങൾ മെച്ചപ്പെട്ടത് എന്ന് പാർലമെന്ററി സമിതി ചെയർമാൻ വിജയ് സായി റെഡ്ഡി. വിമാനത്താവളത്തിൽ സമിതിയുടെ സന്ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന്റെ ഗതാഗത ടൂറിസം സ്ഥിരം സമിതിയാണ് വിമാനത്താവളത്തിൽ എത്തിയത്. കണ്ണൂർ രാജ്യത്തെ മുൻനിര വിമാനത്താവളമാണ്. കണ്ണൂരിന് പോയിന്റ് ഓഫ് കോൾ പദവിക്കായി കേന്ദ്ര സർക്കാരിൽ ശുപാർശ ചെയ്യുമെന്നും ചെയർമാൻ വിജയ് സായി റെഡ്ഡി പറഞ്ഞു. Medical representation for the Ministry of Education, Government of Kerala, and also the Ministry of Officials of Ministry of and discuss various issues relating to ഗോവയ്ക്ക് പോയിന്റ് ഓഫ് കോൾ പദവി നൽകിയത് മെട്രോ സിറ്റി ആയതിനാലാണെന്നും കണ്ണൂരിന് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സമിതി അധ്യക്ഷൻ പറഞ്ഞു. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് അടുക്കാൻ നിയമപരമായ അനുമതി നൽകുന്ന ഇന്റർനാഷണൽ ഷിപ്സ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി കോഡ് ലഭിച്ചതോടെ അഴീക്കൽ തുറമുഖം വികസന രംഗത്ത് ഏറെ മുന്നോട്ടു പോയെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. അഴീക്കൽ തുറമുഖത്തിന് ISPS അംഗീകാരം ലഭിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുകിട തുറമുഖങ്ങളുടെ വികസനം എന്ന LDF സർക്കാരിന്റെ ലക്ഷ്യം വളരെയേറെ മുന്നിട്ട് കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ആദ്യ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ എത്തും. കപ്പൽ ചൈനയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. കപ്പൽ എന്നെടുക്കുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടുണ്ടാകും. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം ആദ്യത്തോടെ, ഒരുപക്ഷെ ഈ മാസം അവസാനത്തോടെ ആദ്യ കപ്പലെത്തും എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അവിടത്തേക്ക് വരേണ്ട കപ്പൽ ചൈനയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തമായി ദിവസം ഇപ്പോൾ പ്രഖ്യാപിക്കാത്തത് കടലിനകത്ത് ഇടക്ക് ഉണ്ടായിട്ടുള്ള പ്രത്യേകമായ ചില കാലാവസ്ഥകൾ കാരണം നേരത്തെ വരുന്ന കപ്പൽ റൂട്ടുകൾ തന്നെയാണ് ഇതിൽ ഉപയോഗപ്പെടുത്തുന്നത്. വിഴിഞ്ഞത്തിന് വേണ്ടിയുള്ള പ്രത്യേക കപ്പൽ ചാനലല്ല എന്നതുകൊണ്ട് എന്തെങ്കിലും ചില തടസ്സങ്ങളോ താമസങ്ങളോ നേരിടുമോ എന്ന ഭയം കൊണ്ടാണ് ഇപ്പോൾ വ്യക്തമായി ദിവസം പ്രഖ്യാപിക്കാത്തത്. എന്നാലും അടുത്ത 10-ാം തീയതി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തുള്ള പത്രസമ്മേളനത്തിൽ വെച്ച് ആ ദിവസം മുഖ്യമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സൗകര്യം പരിഗണിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും.
അഴീക്കോട് പോർട്ട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ വി സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. പോർട്ട് ഓഫീസർ ദീപൻ കുമാർ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ടി സരള, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ വായ്പറമ്പ്, മാരിടൈം ബോർഡ് അംഗം കാസിം ഇരിക്കൂർ, വെസ്റ്റേൺ ഇന്ത്യ ഫ്ലൈവുഡ് ലിമിറ്റഡ് പ്രതിനിധികളായ PK മായൻ മുഹമ്മദ്, TM ബാവ, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളായ വിനോദ് നാരായണൻ, KV ദിവാകരൻ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5500 രൂപ, പവന് 44,000 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. അങ്കണവാടി വർക്കർ അഭിമുഖം 11-ന്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തലശ്ശേരി ICDS പ്രൊജക്ട് പരിധിയിൽ വരുന്ന ധർമ്മടം ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അഭിമുഖം സെപ്റ്റംബർ 11, 12 തീയതികളിൽ രാവിലെ 9:30-ന് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും. പാരമ്പര്യേതര ട്രസ്റ്റി നിയമനം. പയ്യന്നൂർ, കുഞ്ഞിമംഗലം, അണീക്കര ശ്രീ പൂമാലം ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറം തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലും മലബാർ ദേവസ്വം ബോർഡിന്റെ www.malabardevasswam.com ലഭിക്കും. അക്കൗണ്ടിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. കെൽട്രോൺ നടത്തുന്ന ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് അഥവാ ടാലി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ബന്ധപ്പെടുക. ടീച്ചർ ട്രെയിനിങ്ങിന് അപേക്ഷിക്കാം. കെൽട്രോൺ നടത്തുന്ന 1 വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ്, ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് SSLCയും മോണ്ടിസറി ടീച്ചർ ട്രെയിനിങ്ങിന് കോഴ്സിന് +2മാണ് യോഗ്യത. ലെവൽ ക്രോസ് അടച്ചിടും. താഴെച്ചൊവ്വ ആയിക്കര സ്പിന്നിംഗ് മിൽ റോഡിലെ എടക്കാട് കണ്ണൂർ സൗത്ത് സ്റ്റേഷനുകൾക്കിടയിലുള്ള 240 നമ്പർ ലെവൽ ക്രോസ് സെപ്റ്റംബർ 11 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുമെന്ന് ദക്ഷിണ റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷൻ എഞ്ചിനീയർ അറിയിച്ചു. തത്സമയ പ്രവേശനം. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ 1ാം വർഷ കോഴ്സിലേക്കുള്ള തത്സമയ പ്രവേശനം സെപ്റ്റംബർ 12-ന് തൊട്ടട ഗവൺമെന്റ് പോളിടെക്നിക് ഹൈസ്കൂളിൽ നടത്തും. അപേക്ഷകർ ആവശ്യമായ രേഖകൾ സഹിതം രാവിലെ 9:30 മുതൽ രജിസ്റ്റർ ചെയ്യണം. അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന സൗജന്യ തൊഴിൽ പരിശീലനവും തൊഴിലും നൽകുന്ന നൈപുണ്യ വികസന പദ്ധതിയായ DDUGKY മണപ്പുറം ഫൗണ്ടേഷന്റെ ഹ്രസ്വകാല കോഴ്സുകളായ അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ്, പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ എന്നിവയ്ക്ക് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ താമസിക്കുന്ന യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗക്കാർക്ക് മുൻഗണന. സീറ്റ് ഒഴിവ്. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കണ്ണൂർ മേഖലാ കേന്ദ്രത്തിലും കൂത്തുപറമ്പ് ഉപകേന്ദ്രത്തിലും വിവിധ കോഴ്സുകളിൽ ഒഴിവുകളുണ്ട്. കോഴ്സുകൾ: PGDCA യോഗ്യതാ ബിരുദം, DCA യോഗ്യതാ SSLC, DCA സോഫ്റ്റ്വെയർ യോഗ്യതാ പ്രീ ഡിഗ്രി. പട്ടികജാതി, പട്ടികവർഗം, മറ്റ് അർഹതപ്പെട്ട സമുദായം എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കും. പന്നന്നൂർ ഗവൺമെന്റ് ITI തത്സമയ പ്രവേശനം. പന്നന്നൂർ ഗവൺമെന്റ് ITIയിൽ പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കായി സംവരണം ചെയ്ത സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമെടുത്ത തൊഴിലാളികൾക്ക് 9% പലിശയോടെ നിബന്ധനകൾക്ക് വിധേയമായി കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള തീയതി നവംബർ 30 വരെ നീട്ടി. 5 വർഷത്തിൽ കൂടുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശിക അടയ്ക്കുന്നതിനായി അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് തൊഴിലുടമയുടെയും ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെയും സാക്ഷ്യപത്രം ലഭ്യമാക്കിയ ശേഷം ബോർഡിന്റെ അനുമതിയോടെ കുടിശ്ശിക അടയ്ക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കാലാവസ്ഥ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും. 10-ന് ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 11-ന് ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലി മുതൽ 115.5 മില്ലി വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയം സന്തോഷകരമെന്ന് KC വേണുഗോപാൽ. കോൺഗ്രസിന്റെ ഐക്യത്തിന്റെ വിജയമാണ് ഇത്. CPM വോട്ടും ചാണ്ടിയുമ്മന് ലഭിച്ചെന്നും KC വേണുഗോപാൽ.
കോർപ്പറേഷൻ ചേലോറ ഡിവിഷനിൽ എൻഫോഴ്സ്മെന്റിന്റെ മിന്നൽ പരിശോധന. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 2 സൂപ്പർ മാർക്കറ്റുകൾക്ക് പിഴ. മാനസികാരോഗ്യ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം സിപ്സ്കോൺ ഇന്നു മുതൽ. ലഹരി ഉപയോഗത്തിനെതിരെ രക്ഷിതാക്കൾക്കായി ശില്പശാല നടത്തി. നൂതന ചികിത്സാ വശങ്ങളെക്കുറിച്ചുള്ള അറിവ് പങ്കിടാൻ ഡോക്ടർമാർ ഒത്തുകൂടുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.